അനുസരിച്ച് സശ്രദ്ധമായി ഉയർന്ന ഗുണത്തിലേക്ക് സ്വയം ഉയർത്തപ്പെടും. ജ്ഞാനപിതാന്തസ്യ ജനാഞ്ജനശലായ ചക്ഷുരന്മിളിത നിന്ന് തസ്മൈശ്രീ ഗുരുവേ നമഃ. नमो विष्णुपदाय कृष्णपुष्पाय भूतले श्रीमते भक्तिवेदांत स्वामिने नामिने नमस्ते सारस्वती देवी गौरवाणी प्रजानिने निर्विशेष शून्यवादी पाश्चात्य देशकारिणे वंशाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. अनन्तकोटि वैष्णवेभ्यो കൃഷ്ണൻ. നമ്മളിന്ന് ഭഗവത്ഗീതയിലെ 17ാം അധ്യായത്തിലെ ആദ്യത്തെ രണ്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ അർജുനന്റെ ഒരു ചോദ്യത്തിന് ഉള്ള ഉത്തരമായിട്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അർജുനന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ശാസ്ത്രങ്ങളൊക്കെ മതഗ്രന്ഥങ്ങളും ഭഗവത്ഗീതയും ഭാഗവതവും ഇതിനെയൊന്നും പിന്തുടരാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരും പല 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 വിശ്വാസങ്ങളെ പുലർത്തി പോകുന്ന ആൾക്കാരുണ്ട്. ഈ ഗ്രന്ഥങ്ങളെയൊന്നും വിശ്വസിക്കത്തില്ല. ചിലപ്പോൾ നമ്മൾ ഈ പൊതുവേ നമ്മുടെ ഈ സമൂഹത്തിലുള്ള മിക്ക ആൾക്കാരും അങ്ങനെയാണ്. അവര് ചിലപ്പോൾ ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടാകത്തില്ല, ഭാഗവതം വായിച്ചിട്ടുണ്ടാകില്ല. അവരവരുടേതായ ഒരു വിശ്വാസം അനുസരിച്ച് ഇതാണ് ജീവിതം, ഇതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്നൊക്കെ വെച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരെ ഏത് ഗണത്തിൽപ്പെടുത്താമെന്നാണ് അർജുനന്റെ ചോദ്യം. അപ്പൊ അതിന്റെ ഉത്തരമാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ആദ്യത്തെ ശ്ലോകം ചോദ്യമാണ്, രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ഉത്തരം പറഞ്ഞ് തുടങ്ങിയത്. ഭഗവാൻ ആ ഉത്തരം തന്നില്ല, പക്ഷെ ഉത്തരത്തിനുള്ള മുന്നോടിയായിട്ടാണ് ഈ ശ്ലോകം പറയുന്നത്. ഭഗവാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, ശരീരസ്ഥനായ ജീവാത്മാവിന് പ്രകൃതി ഗുണങ്ങൾ അനുസരിച്ച് അതിന്റെ വിശ്വാസം സത്വം രജസ് തമസ് എന്നതിന് അനുസരിച്ച്. വിശ്വാസം എന്ന വാക്ക് ഫെയ്ത്ത് എന്നാണ് അർത്ഥം. വിശ്വാസം, ഫെയ്ത്ത്. അല്ലെങ്കിൽ നമ്മൾ എന്തിനെങ്കിലും നമ്മളത് ഇപ്പൊ ഒരാളോട് ചോദിച്ചയാളുടെ ജീവിതത്തിൽ എന്തുവാണ് ചോദിച്ചാൽ എനിക്ക് ഇങ്ങനെ ആകണം എന്നുള്ളൊരു ഇതുണ്ട്, വേണ്ട ഗോൾ. അത് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഇങ്ങനെ ആവണം, ഇങ്ങനെ ആവണം എന്നൊക്കെ. ഒരാൾ ചിലപ്പോൾ എനിക്ക് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അങ്ങനെയൊക്കെ അതൊക്കെ ആയിരിക്കും അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ട് അവർ വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഓരോരോ വിശ്വാസങ്ങളുണ്ട്. ചില ആൾക്കാർക്ക് ഒരു അത്ലറ്റ് ആകണം, ചിലർക്ക് ഒരു പൊളിറ്റീഷ്യൻ ആകണം, ചിലർക്ക് അല്ലെങ്കിൽ ഒരു യോഗിയാകണം, ചിലർക്ക് അങ്ങനെ പല പല വിശ്വാസങ്ങളുണ്ട്. അപ്പൊ അത് അവരുടേതായ മനോകല്പിതങ്ങൾ അനുസരിച്ചുള്ള വിശ്വാസങ്ങളാണ്. അപ്പൊ അത് എങ്ങനെ ഉണ്ടാകും എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. അപ്പൊ അർജുന്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്ന ഭഗവാൻ പറയാണ്, ഈ ശരീരസ്ഥനായ ജീവാത്മാവ് പ്രകൃതി ഗുണങ്ങൾ അനുസരിച്ച് അദ്ദേഹത്തിന്റെ വിശ്വാസം സത്വഗുണം രജോ ഗുണം തമോ ഗുണം ആയിട്ട് ഇരിക്കും എന്ന് പറയുന്നത്. നമുക്കിങ്ങനെ ഒരു സത്വഗുണത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാല്, ചിലപ്പോൾ എനിക്കൊരു നല്ലൊരു ദാനധർമ്മിഷ്ഠനാകണം എന്നുള്ള ആഗ്രഹം, അല്ലെങ്കിൽ എനിക്ക് ജനങ്ങളെയൊക്കെ സേവിക്കണം, അല്ലെങ്കിൽ മൃഗങ്ങളെയൊക്കെ സേവിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹം പുലർത്തി അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ സത്വഗുണത്തിനുള്ള. ചിലപ്പോൾ ആൾക്കാർക്ക് എനിക്കൊരു വലിയ രാഷ്ട്രീയക്കാരനാകണം, എനിക്ക് ഈ സമൂഹത്തിന്റെ ലീഡർ ആകണം, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യണം, മാനേജ് ചെയ്യണം, ഇങ്ങനെയൊക്കെ മനോഭാവങ്ങൾ വരുന്നു. അപ്പൊ ആ മനോഭാവങ്ങളൊക്കെ ഒരു രജോ ഗുണത്തിന്റെ ഭാവമായിട്ടാണ് വരുന്നത്. തമോ ഗുണത്തിൽ വരുമ്പോഴത്തേന് ഇങ്ങനെയും ജീവിച്ചാൽ മതി, ഇങ്ങനെയും ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, അങ്ങനെയുള്ളത്, അതിൻ്റെ അപ്പുറത്ത് മദ്യപിക്കുക, അങ്ങനെയൊക്കെ ആ ഒരു ലൈഫാണ്. എപ്പോഴും എന്തെങ്കിലും ഒരു കൺസ്ട്രക്റ്റീവായിട്ടല്ല, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷനോ അങ്ങനെയൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു മെയിൻ്റനൻസ് ഇല്ല. ജസ്റ്റ് നമ്മുടെ ആ സെൽഫായിട്ടുള്ള ഇന്ദ്രിയ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഇതാണ്. അപ്പൊ അതാണ് തമോ ഗുണത്തിൽ. ഇന്ന് വ്യത്യസ്ത തരം ജീവിത ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇതില് പ്രഭുപാദ് അതിന്റെ ഒന്നുകൂടെ ആഴത്തിൽ കടന്നിട്ട് പറഞ്ഞ് നമുക്ക് തെളിയുന്നു. നമുക്ക് പലപ്പോഴും ഈ നമ്മളൊക്കെ കേൾക്കുന്ന ചെട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ കേൾക്കാറുണ്ട്. കുഞ്ഞുനാളത്തെ ശീലം അത് മരണം വരെ ഉണ്ടാകും എന്നുള്ളത് കേൾക്കാറുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മുടെയൊക്കെ സ്വഭാവം നമുക്ക് ഒരിക്കലും മാറ്റിയെടുക്കാൻ പറ്റത്തില്ല എന്നാണ് ആ പഴഞ്ചൊല്ല് നമ്മളെ ധരിപ്പിക്കുന്നത്. പക്ഷെ പ്രഭുപാദ് കുറച്ചും കൂടെ ആഴത്തിൽ ഈ ഭാവാർത്ഥത്തിൽ കടന്നിട്ട് പറയുന്നത്, ഒരു പരിശുദ്ധ ഭക്തന്റെ അസോസിയേഷൻ ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് മാറ്റങ്ങൾ വരും എന്ന് പറയുന്നത്. അയാളുടെ സ്വഭാവത്തിൽ ചേഞ്ച് ഉണ്ടാകും എന്നുള്ളത്
പ്രഭുപാദൂടെ പറയുന്നത്. ഇത് മാത്രമല്ല, പ്രഭുപാദ് കുറച്ചും കൂടെ ഒരു ആഴത്തിൽ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന കാര്യം, ഇത് ജന്മജന്മാന്തരമായിട്ടുള്ളതാണ് പ്രകൃതി ഗുണവുമായിട്ടുള്ള അസോസിയേഷൻ. എത്രയോ ജന്മങ്ങൾ മുതലേ ഉള്ളതാണ് അസോസിയേഷൻ. അപ്പം നമുക്ക് ഒരു ചേഞ്ച് വരുത്തുക എന്നുള്ളത്, നമ്മൾ വിചാരിക്കും എന്റെ ശീലം ഒരിക്കലും മാറത്തില്ല എന്ന് വിചാരിക്കും. പക്ഷെ ചേഞ്ച് വരുത്താൻ പറ്റും എന്നുള്ളതാണ് പ്രഭുപാദ് പറയുന്നത്. അത് ജന്മജന്മാന്തരങ്ങളായിട്ടുണ്ട് എന്ന് വിചാരിച്ച് നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റത്തില്ല എന്ന് അർത്ഥമില്ല. ഇത് ആത്മീയ ഗുരുവിന്റെ പരിശുദ്ധ ഭക്തന്റെ നിർദ്ദേശപ്രകാരം ശാസ്ത്രങ്ങളൊക്കെ അനുസരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, കുട്ടിക്കാലത്തെ ഇപ്പം പലപ്പോഴും വേറൊരു പഴഞ്ചൊല്ലുണ്ട്, നമ്മള് ഇലയിൽ കൊണ്ട് വളം വെച്ചിട്ട് കാര്യം, അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ. നമ്മൾ വേരിനാണ് വെക്കേണ്ടത്, വലിയ വൃക്ഷമായി അതിന്റെ ഇലയിലൊക്കെ കൊണ്ട് നമ്മൾ വളം വെച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്ന ഒരു തരം മറന്നു കഴിഞ്ഞത് എങ്ങനെയാണെന്ന് പറയുന്നത്. അങ്ങനൊരു ഇതുണ്ട്. നമ്മള് എല്ലാം ആയിക്കഴിഞ്ഞിട്ട് പിന്നെ വച്ചിട്ട് എന്താ കാര്യം എന്നുള്ളൊരു ചോദ്യം വരും. പക്ഷെ അവിടെ ഈ പ്രഭുപാദന്റെ ഈ വാക്ക് വളരെ പ്രാധാന്യമാണ്. നമ്മള് ഈ ചേഞ്ച് വരുത്തുക എന്നുള്ളത് നമ്മൾ ഈ ജന്മത്തിലെ പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല. നമ്മൾ വിചാരിക്കും ഞാൻ കുട്ടിയെടുക്കുന്ന എനിക്ക് ചേഞ്ച് ചെയ്താൽ മതി. ഞാനിപ്പോ ഏറ്റവും വാർദ്ധക്യത്തിലാണ് ഞാൻ കൃഷ്ണബോധത്തിലേക്ക് വന്നത്, കൃഷ്ണബോധം സ്വീകരിച്ചത്. ഇനി എനിക്ക് എന്ത് ചേഞ്ച് വരുത്താൻ പറ്റും എന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇത് ജന്മജന്മാന്തരമുള്ള ഒരു പ്രോസസ്സാണ്. അവിടെ ഈ നമ്മുടെ ശരീരത്തിന്റെ ഈ താൽക്കാലികമായ ജീവിതത്തിലെ ഒരു ചേഞ്ചിന് വലിയ അർത്ഥമില്ല. അപ്പൊ നമ്മൾ ഒരു ഉദാഹരണം അത് നോക്കണം. ഒരു ഉദാഹരണത്തില് നമ്മൾ 1,00,000 കിലോമീറ്റർ സഞ്ചരിക്കാൻ പോകുന്ന ഒരാളാണ് വിചാരിക്കും. 1,00,000 കിലോമീറ്റർ സഞ്ചരിക്കാൻ പോകുന്നു. അപ്പൊ നമ്മൾ ഒരാള് 10 കിലോമീറ്റർ സഞ്ചരിച്ചു, വേറൊരാൾ 20 കിലോമീറ്റർ സഞ്ചരിച്ചു. ഒരാൾ 10 കിലോമീറ്റർ സഞ്ചരിച്ചു, 20 കിലോമീറ്റർ സഞ്ചരിച്ചു. പക്ഷെ ആ 1,00,000 കിലോമീറ്ററിനെ സംബന്ധിച്ചിടത്തോളം ആ 10ഉം 20 എന്ന് പറഞ്ഞാൽ ആ 10 ഒരു പോയിന്റിൽ തന്നെയാണ് നിൽക്കുന്നത്. 1,00,000 വളരെ ചെറുതാണ് 10 കിലോമീറ്റർ തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഈ ഒരു ശരീരം, മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ അത്രയും ചെറുതാണ്. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ 2 വയസ്സിലുള്ള കുട്ടിയും 80-90 വയസ്സുള്ള കുട്ടിയും തമ്മിലുള്ള വ്യത്യാസം, ആളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതില്ല, എറ്റേണിറ്റി നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ലേറ്റ് എന്ന് പറഞ്ഞത് കൃഷ്ണാബോധത്തിലില്ല. നമ്മൾ പ്രായമായി ഇനി അത് മാറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ വാർദ്ധക്യത്തിലായി അടുത്തിരിക്കുകയാണ്, എനിക്കിനി അത് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നില്ല. ഏത് വ്യക്തിക്കും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഈ ജീവിതം ഇവിടെ വെച്ച് തീരുകയല്ല, അത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ ശരീരം അല്ലെങ്കിൽ അടുത്ത ശരീരം അതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ചേഞ്ച് വരുത്തുക എന്നുള്ളത് നമ്മൾ ഒരിക്കലും അതിനകത്ത് വിമുഖത കാണിക്കേണ്ട കാര്യമില്ല. പലപ്പോഴും ആൾക്കാർക്ക് അങ്ങനെ ഒരു തോന്നൽ വരും, ഇനി എന്ത് മാറ്റമാണ് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ടുള്ളത്. ഓൾറെഡി എൻ്റെ ജീവിതത്തിന്റെ 3/4 ഭാഗവും ഞാൻ കടന്നു കഴിഞ്ഞു, ഇനി എന്ത് മാറ്റമാണ് കൊണ്ടുവരാനുള്ളതെന്ന് ആൾക്കാർ ചോദിക്കും. പക്ഷെ നമുക്ക് ഈ ഒരു ബ്രഹ്മാവിന്റെ ഈ പ്രപഞ്ചം തന്നെ ഒരു ജസ്റ്റ് ഞൊടിയിടയിൽ തീരുന്ന കാര്യമാണ്. അപ്പൊ ഈ എറ്റേണിറ്റിയിൽ നമുക്ക് ഇത് ഈ ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഈ ഒരു ജീവിതദൈർഘ്യം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ചേഞ്ച് വരുത്താനുള്ള മാനസികാവസ്ഥ ഒരിക്കലും നമ്മൾ തടസ്സം വയ്ക്കാൻ പാടില്ല. എപ്പോഴും നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ ഫിലോസഫി ചേഞ്ച് ചെയ്യാതെ, ഭഗവാന്റെ വാക്കുകൾക്ക് ഒരിക്കലും ചേഞ്ച് ഇല്ല, അന്നും ഇന്നും. പക്ഷെ നമ്മൾ അത് മനസ്സിലാക്കാനുള്ള നമ്മുടെ വ്യഗ്രത അല്ലെങ്കിൽ ആഗ്രഹം അത് കൂട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ എനിക്ക് ഭഗവത്ഗീതയൊക്കെ വായിച്ചു, ഭാഗവതം വായിച്ചു, എനിക്ക് ജപമൊക്കെ മനസ്സിലാക്കി, ഞാൻ ക്ഷേത്രത്തിൽ സേവനം ചെയ്യുന്നുണ്ട്, ഞാൻ എല്ലാവരും അറിയപ്പെടുന്ന ഡിവോട്ടിയാണ്. അപ്പൊ അത് മതി, അതിൽ സാറ്റിസ്ഫൈഡ് ആണ് ഇരുന്നാൽ നമ്മൾ തോന്നുന്നു. നമ്മൾ വീണ്ടും വീണ്ടും ഭഗവാനെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. എത്രത്തോളം ആഴത്തിലേക്ക് ഭഗവാനെ മനസ്സിലാക്കുന്നു അത്രത്തോളം അദ്ദേഹത്തിന്റെ ക്ലോസ് ആയിട്ട് വരും.
ഇപ്പൊ നമ്മൾ സർക്കസിലൊക്കെ പോയിരുന്ന ഞാനൊരു ഗ്രോസ് ആയിട്ടുള്ള ഇപ്പൊ തോന്നിയൊരു എക്സാമ്പിളാണ്. ജസ്റ്റ് ഒരു അത് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഒരു നമ്മളൊരു ഒരു സിംഹത്തിനെ ട്രെയിൻ ചെയ്യാനായിട്ട് പോവാണ് സർക്കസുകാരിൽ. ഫസ്റ്റ് ഒരു പുതിയ കുട്ടിയുണ്ട് ട്രെയിനറായിട്ട് വരുന്നത്. അയാളെ ആ കുട്ടി എന്താ ചെയ്യുന്നത്? ദൂരെ നിന്നായിരിക്കും സിംഹത്തിനെ ട്രെയിൻ ചെയ്യുന്നത്. അല്ലെ, ദൂരെ നിന്ന് ട്രെയിൻ ചെയ്യും. അല്ലെങ്കിൽ ആ കൂട്ടിൽ സിംഹത്തിനെ കൂട്ടിൽ അടച്ചിട്ടുമ്പോ കൂട്ടിന്റെ വെളിയിൽ നിന്നായിരിക്കും ട്രെയിനിങ് ഒക്കെ ആദ്യം കൊടുക്കുന്നത്. പിന്നെ കുറച്ചും കൂടെ സിംഹത്തിന് കഴുത്തിൽ വലിയ തൊടലൊക്കെ ഇട്ടിട്ട് ദൂരെ മാറി നിന്ന് ട്രെയിൻ ചെയ്യും. സിംഹത്തെ കൂടുതൽ കൂടുതൽ അടുത്ത് വരുമ്പോഴത്തേന് മനസ്സിലാക്കി വരുമ്പോഴത്തേന് അദ്ദേഹത്തിന് സിംഹത്തിന്റെ അടുത്ത് നിന്ന് ട്രെയിൻ ചെയ്യാൻ പറ്റും. നല്ല സിംഹത്തുമായിട്ട് നല്ല വിശ്വാസമാകുമ്പോഴത്തേന് സിംഹത്തിന്റെ തൊടലൂരിയിട്ട് സിംഹത്തിന്റെ അടുത്ത് നിന്ന് ട്രെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതേപോലെ ഭഗവാന്റെ സിംഹമായിട്ട് നമുക്ക് ഇത് ചിന്തിക്കാൻ പാടില്ല. എങ്കിലും അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. ഒന്ന് അത്രയും ആഴത്തിലേക്ക് ഭഗവാന്റെ അടുത്തേക്ക് വരുമ്പോഴും അത്രയും നമ്മൾ ഭഗവാനുമായിട്ട് ക്ലോസ് ആയി വരികയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആരും നമ്മുടെ ചേഞ്ച് ചെയ്യാനുള്ള മെന്റാലിറ്റിയിൽ നമ്മൾ മറ്റേ ഒരിക്കലും ചിന്തിക്കഴിഞ്ഞാൽ സീനിയർ ആയി കഴിഞ്ഞ് ഇനി എനിക്ക് ചേഞ്ചിന്റെ ആവശ്യമില്ല. ഏറ്റവും അഡ്വാൻസ്ഡ് കൂട്ടി എനിക്ക് ഇനിയും ഒരുപാട് മനസ്സിലാക്കണം, ഭഗവാന്റെ അടുത്തേക്ക് മനസ്സിലാക്കണം എന്നാണ് ഒരു വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൂടുതൽ സേവനം ചെയ്യാൻ പറ്റണം, കൂടുതൽ ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റണം, കൂടുതൽ ഭക്തന്മാരെ സേവിക്കാൻ പറ്റണം, കൂടുതൽ നല്ലപോലെ ഭഗവാൻ ആരാധന ചെയ്യാൻ പറ്റണം, എന്റെ ജീവിത ശൈലി കുറച്ചും കൂടെ മാറ്റണം. ഇങ്ങനെയുള്ള ഓരോരോ ഇതും നമുക്ക് അനുയോജ്യമാണ് നമ്മുടെ ഭക്തിയിൽ. ഇത് ഈ ഒരു പോയിന്റ് നമുക്ക് ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് കിട്ടും. നമ്മുടെ സ്വഭാവം മാറ്റാൻ പറ്റും എന്നുള്ളത് ഇത് നമുക്ക് പറ്റും. പലപ്പോഴും നമുക്ക് ചിലപ്പോൾ ചിന്ത എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, എനിക്കത് മാറ്റാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്, അത് മാറ്റാൻ പറ്റില്ല, എനിക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റില്ല, അത് മാറ്റാൻ പറ്റില്ല, അങ്ങനെ പല പല ഇതുണ്ട്. പക്ഷെ മാറ്റാൻ പറ്റും എന്നുള്ളത്. ഉദാഹരണത്തിന് അനന്തസുബ്രഹ്മണ്യം ആദ്യകാലങ്ങളിൽ വന്നപ്പോൾ അദ്ദേഹത്തിനും ഭഗവത്ഗീത ശ്ലോകം വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിന് നിരന്തരം ആ ശ്ലോകം വായിച്ച് ഇപ്പൊ അത് വളരെ ഈസി ആയിട്ട് അത് വായിക്കുന്നു. അപ്പൊ എല്ലാം നമുക്ക് തുടക്കത്തിലെല്ലാം ബുദ്ധിമുട്ടായിട്ട് തന്നെ അനുഭവപ്പെടും. പക്ഷെ അതിൽ ഇറങ്ങി അത് ചെയ്തുകൊണ്ടിരുന്നാൽ ആ മാറ്റങ്ങൾ സംഭവിക്കും. അതേപോലെ നമ്മൾ പ്രഭുപാദ് ഇവിടെ പറയുന്നു, നമുക്ക് ചിലപ്പോൾ തമോ ഗുണമായിരിക്കും പ്രധാനം, രജോ ഗുണമായിരിക്കും പ്രധാനം. അതിൽ നിന്നെല്ലാം ക്രമേണ നമ്മൾ ഉയർന്നു വരണം എന്നുള്ളത്, ഉയർന്നു വരിക എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഉയർന്നു വരണമെങ്കിൽ നമുക്ക് ആ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ സഹവാസം വേണം. അങ്ങനെ ഒരു ഹൈയസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയുടെ സഹായം അല്ലെങ്കിൽ സഹവാസം വേണം. അതിനാണ് നമുക്ക് ആധ്യാത്മിക ഗുരുവര്യന്മാരുള്ളത്. നമ്മൾ മറ്റു ഭക്തന്മാരോട് ഇടപഴകുന്നുണ്ട്, അവരുമായിട്ട് നമ്മൾ പലപ്പോഴും ഇടപഴകുന്നുണ്ടെങ്കിലും നമുക്ക് നമ്മളെ തന്നെ അറിയാം. നമ്മൾ ഒരു നേരം സത്യഗുണത്തിലായിരിക്കും, പിന്നെ അടുത്ത ദിവസം നമ്മൾ രജോ ഗുണത്തിൽ തമോ ഗുണത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ മറ്റു ഭക്തന്മാരോട് ഇടപഴകണം, അവരോട് സേവിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ ഷെൽട്ടർ എടുക്കേണ്ടത്, നമ്മൾ ആശ്രയം എടുക്കേണ്ടത് ഒരിക്കലും വീഴാത്ത ഭക്തന്മാരിലായിരിക്കും, ആധ്യാത്മിക ഗുരുവര്യന്മാരിലായിരിക്കണം നമ്മുടെ നോട്ടം. അവരിലേക്കായിരിക്കും നമ്മൾ. എന്നാൽ അവരിങ്ങനെ താഴോട്ട് മുകളിലോട്ട് പോകത്തില്ല, അവരെപ്പോഴും അതിൽ തന്നെ നിൽക്കും. അപ്പൊ അവിടെ സ്ട്രോങ് ആയതുകൊണ്ട് നമുക്ക് അതിലേക്ക് വരാനായിട്ട് എളുപ്പമാണ്. നമ്മൾ മറ്റു ഭക്തന്മാരോട് ഇടപഴകുകയും അവരുമായിട്ട് ഇൻസ്പിറേഷനും ഇതെല്ലാം കിട്ടും. പക്ഷെ നമ്മൾ എപ്പോഴും ഗുരുവര്യന്മാര്, പ്രഭുപാദും ആചാര്യന്മാരെ പോലുള്ള അത്രയും ഉന്നതമായ വ്യക്തികളിലേക്ക് നോക്കണം. നോക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഫോട്ടോ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കാനല്ല, നമ്മുടെ വാക്കുകൾ കേൾക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും, അവരുടെ ജീവിതം പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓരോ സാഹചര്യത്തിലും എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്രമേണ ചേഞ്ച് വരും. എല്ലാം നമ്മളെപ്പോലെ തന്നെ കഷ്ടപ്പെടുന്ന ഒരു ഭക്തനെയാണ് നമ്മൾ നമ്മുടെ ഷെൽട്ടറായിട്ട് എടുക്കുന്നെങ്കിൽ ഇന്ന് അയാൾ നല്ലപോലെ നമ്മളെ ഇൻസ്പയർ ചെയ്യും. നാളെ അദ്ദേഹം അതേ താഴെ പോകുമ്പോൾ നമ്മുടെ ഇൻസ്പിറേഷൻ താഴെ പോകും. എപ്പോഴും അതുകൊണ്ട് ഏറ്റവും ഉയർന്ന അതില് വീഴാത്ത ഭക്തന്മാര്, ഭഗവാന്, പൂർവാചാര്യന്മാര്, ശ്രീല പ്രഭുപാദ്, മഹത്തായ ആധ്യാത്മിക ആചാര്യന്മാര്, ഉന്നതരായിട്ടുള്ള
ഇതിനൊക്കെ ദേവകി മാതാജി വന്നു, ഇങ്ങനെ പല പല വിശിഷ്ടാതിഥികളൊക്കെ നമുക്ക് ഇവിടെ വന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരിക്കലും വീഴ്ച വരാത്ത, ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺസ് വരാത്ത വ്യക്തികളിൽ വേണം നമ്മൾ ആശ്രയം എടുക്കാൻ. അവരിൽ നിന്ന് കേൾക്കും. അത് നമ്മൾ നിരന്തരം ചെയ്യണം. നമ്മുടെ ഭക്തി നമുക്ക് ആ ചേഞ്ച് വരുന്നതോട് നമ്മളത് ചെയ്യണം. നമുക്ക് ആ ചേഞ്ച് വരാത്തത് നമ്മൾ ആ ഒരു കാര്യം ഗൗരവിക്കാത്തത് കൊണ്ടാണ്. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗൗരവിക്കാത്തത് കൊണ്ടാണ്. പ്രഭുപാദിന്റെ പുസ്തകങ്ങൾ നമ്മൾ വായിക്കാൻ ശ്രമിക്കാറില്ല. ആധ്യാത്മിക ആചാര്യന്മാരുടെ ലെക്ചേഴ്സ് കേൾക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ല. പ്രഭുപാദിന്റെ ലെക്ചേഴ്സ് കേൾക്കാൻ ശ്രമിക്കും. അപ്പൊ അങ്ങനെ വരുമ്പം നമ്മൾ എപ്പോഴും നമ്മുടെ കൂടെയുള്ള ഭക്തന്മാരുമായിട്ടാണ് ഇടപഴകുന്നത്. അത് വേണം. അത് എല്ലാവർക്കും അവരുടേതായ സ്ഥാനവും ബഹുമാനവും റെസ്പെക്റ്റും ഒക്കെ കൊടുക്കണം. പക്ഷെ നമ്മുടെ നോട്ടം എപ്പോഴും ഇങ്ങനത്തെ വീഴാത്ത ഭക്തന്മാരിലും ആചാര്യന്മാരിലും ആയിരിക്കണം. എങ്കിലേ നമുക്ക് അതിലേക്ക് വളർന്ന് കയറാൻ പറ്റും. നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകത്തില്ലായിരിക്കും അവരുടെയൊക്കെ ലെക്ചേഴ്സ്, ഇംഗ്ലീഷിന്റെ സ്ലാങ്സുകളും ഒന്നും മനസ്സിലാകും. പക്ഷെ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കും. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും അത് ഓൺ ചെയ്ത് വെച്ചിട്ട് കേട്ടുകൊണ്ടിരിക്കും. ആ ലെക്ചേഴ്സ് കേൾക്കുക, ഇത് ചെയ്തുകൊണ്ടിരിക്കും. ക്രമേണ നമുക്ക് അവരുടെ തലത്തിലേക്ക് ക്രമേണ ഉയർന്നു വരാനായിട്ട് പറ്റും. അപ്പൊ പ്രഭുപാദന്റെ ഉറപ്പിച്ച് പറയാണ്, ഒരു ആധ്യാത്മിക ഗുരുവിന്റെ സഹവാസവും ശാസ്ത്രങ്ങളുടെ നിർദ്ദേശവും പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും ചേഞ്ച് വരുന്നുണ്ട്. പക്ഷെ അത് വളരെ ചെറിയ നമ്മൾ അറിയാത്തതാണ്. പക്ഷെ നമ്മൾ ഇതേപോലുള്ള ഈ നിർദ്ദേശങ്ങളുടെ സഹായം എടുത്തിട്ട് അങ്ങനത്തെ വ്യക്തികളിൽ നിന്ന് കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട്. അപ്പൊ എപ്പോഴും ഒരു സ്റ്റുഡന്റ് മെന്റാലിറ്റിയിൽ ഇരിക്കുന്നതാണ് നമ്മുടെ സ്പിരിച്വൽ അഡ്വാൻസ്മെന്റിന് ഏറ്റവും നല്ലത്. നമ്മൾ എക്സ്റ്റേണലി നമ്മൾ പുറത്തു പോയി ക്ലാസ് എടുക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ ഇപ്പോഴും ഒരു പുതിയൊരു ഭക്തനാണ്, വന്നൊരു ഭക്തനാണ്, എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ളൊരു ഭാവത്തിൽ വേണം നമ്മൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ചെറിയ കാര്യങ്ങളിലും നമുക്കതിൽ നിന്ന് പഠിക്കാനായിട്ട് പറ്റും. അങ്ങനെ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ചോദ്യങ്ങളും ഉണ്ടാകും. നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ച് ക്രമേണ വളരാനായിട്ട് പറ്റും. അതിന്റെ ഫലം എന്താണ്? ആ സിംഹത്തിന്റെ എക്സാമ്പിൾ ഓർക്കാൻ മതി. സിംഹത്തിന് ഏറ്റവും അടുത്ത് ആ ട്രെയിനറിന് അറിയുമ്പോൾ സിംഹത്തിന്റെ ഏറ്റവും അടുത്ത് എത്താൻ പറ്റും. ഭഗവാനെ ഏറ്റവും അടുത്ത് ഭഗവാന്റെ ആഴത്തില്, ഭഗവാന്റെ ഭക്തന്മാരെയും ഭഗവാനെയും ഒക്കെ നമ്മൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ ഭഗവാന്റെ ഏറ്റവും അടുത്ത് നമുക്ക് എത്താൻ പറ്റും. ശീല പ്രഭുപാദ് നാമം ജപിക്കുന്നത് നമ്മൾ നാമം ജപിക്കുന്നതിനും വളരെ വ്യത്യാസമുണ്ടാവും. കേൾക്കുമ്പോൾ രണ്ടും ഒരേ സൗണ്ട് വൈബ്രേഷൻ പോലെ തോന്നും. പക്ഷെ പ്രഭുപാദിന് ആ നാമത്തിൽ കൃഷ്ണനെ ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ തിയററ്റിക്കൽ മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. പ്രഭുപാദ് അത്രത്തോളം അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയോടെ ഒരു ഗുരുവിനെ ഫോളോ ചെയ്യുകയും അദ്ദേഹം നിർദ്ദേശങ്ങൾ പാലിക്കുകയും സേവനങ്ങൾ ചെയ്യുകയും ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് ആ തലത്തിലേക്ക് ഉയർന്നു വരാനായിട്ട് പറ്റും. ഇത് പ്രഭുപാദിന് മാത്രം കൊടുത്തിട്ടുള്ള ഒരു അനുഗ്രഹമല്ല. ഭഗവാന്റെ അംശങ്ങളാണ് നമ്മളെല്ലാവരും. അമേവാംശ ജീവലോകി ജീവഭൂത സനാതന എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്റെ ശാശ്വത അംശങ്ങളാണ് എല്ലാവരും എന്ന് പറയുന്നത്. പ്രഭുപാദ് ഭഗവാന്റെ ശാശ്വത അംശമായതുകൊണ്ട് അതേപോലെ നമ്മളും ശാശ്വത അംശമാണ്. പലപ്പോഴും ഇങ്ങനെ ആചാര്യന്മാരുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കൊരു ചിന്ത വരും, അനുകരിക്കാൻ പാടില്ല. അതുകൊണ്ട് പ്രഭുപാദ് ആവുന്ന ആ തലത്തിലേക്ക് നമ്മൾ പ്രഭുപാദ് ആവാനല്ല ശ്രമിക്കുന്നത്. പക്ഷെ പ്രഭുപാദിന് കൃഷ്ണന്റെ കാരുണ്യം എത്ര കിട്ടിയോ അതേ കാരുണ്യം കിട്ടണം, എനിക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹം നമുക്ക് വേണം. അത് ആഗ്രഹം തെറ്റായ ആഗ്രഹമല്ല, അഹങ്കാരവുമല്ല. അത് പ്രഭുപാദ് ആഗ്രഹിക്കുന്നതാണ്. കാരണം ആ ഒരു തലത്തിൽ വേണം നമ്മൾ ഈ ഒരു ശ്ലോകത്തിന് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും. ഈ അടുത്ത ശ്ലോകങ്ങളിലായിട്ട് ഭഗവാൻ ഓരോ സത്വഗുണത്തിലെയും രജോ ഗുണത്തിലെയും തമോ ഗുണത്തിലെയും ഒക്കെയുള്ള വിശ്വാസങ്ങളും പറഞ്ഞത്. അപ്പൊ ഇതിൽ നമുക്ക് മറ്റൊരു സംശയം വരാൻ പോകുന്നത്, തമോ ഗുണത്തിലുള്ള ആൾക്ക് രജോ ഗുണത്തിൽ വന്ന് പിന്നെ സത്വഗുണത്തിൽ വന്ന് എന്നിട്ടേയും അദ്ദേഹത്തിന് ഭക്തി കിട്ടൂ എന്നുള്ളൊരു ചിന്ത വരും. അപ്പം സ്ലോ ആയിട്ട് നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റും. അങ്ങനെയില്ല.
ഒരു പരിശുദ്ധ ഭക്തന്റെ സാമീപ്യം ഉണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്ക് സ്പിരിച്വലി അഡ്വാൻസ് ചെയ്യാൻ പറ്റും. അതിന്റെ ഉദാഹരണമാണ് വാൽമീകിയൊക്കെ. വാൽമീകി ഇതല്ലായിരുന്നു, വേടനായിരുന്നു. പരിശുദ്ധ ഭക്തനാണ്. നാരദ മഹർഷിയുടെ സാമീപ്യം കൊണ്ട് ഇമ്മീഡിയറ്റ്ലി അദ്ദേഹം രജോഗുണം അല്ലെങ്കിൽ രാജാവിനെ പോലെയായി. പിന്നെ അദ്ദേഹം ധ്യാനിച്ചു, പിന്നെ എന്തെങ്കിലും ധർമ്മിഷ്ഠനായി, പിന്നെ അദ്ദേഹം ഭക്തനായി നമ്മൾ അവിടെ കാണുന്നത്. അദ്ദേഹം ആദ്യം തന്നെ നാരദ മഹർഷിയുടെ നിർദ്ദേശം പാലിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പെർഫെക്റ്റ്ലി ഹയസ്റ്റ് ലെവലിലേക്ക് എത്താനായിട്ട് സാധിച്ചു. അപ്പൊ നമ്മളെല്ലാവരും പല തലത്തിലായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെയൊക്കെ കഴിഞ്ഞ ജന്മത്തിന്റെ വാസനകൾ അനുസരിച്ചായിരിക്കും നമുക്ക് വന്നിരിക്കുന്നത്. ചില വ്യക്തികൾക്ക് ഭക്തിയിൽ പെട്ടെന്ന് ഇത് ടേക്കപ്പ് ചെയ്യാൻ പറ്റും. ചില ആൾക്കാർക്ക് ടേക്കപ്പ് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം അവര് കഴിഞ്ഞ ജന്മത്തിൽ കുറച്ചത് എടുത്തിട്ടുള്ളതാണ്. എടുത്തിട്ട് വന്നതുകൊണ്ടാണ് അവർക്ക് ഇപ്പൊ പെട്ടെന്ന് അത് എടുക്കാനായിട്ട് വരുന്നത്. പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ട്, അവർ പ്രീവിയസ് ലൈഫിൽ നിന്ന് തുടങ്ങിയാൽ മാത്രമേ ഇപ്പം ടേക്കപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ ചില വ്യക്തികൾക്ക് 0 സ്റ്റേജിൽ നിന്നും ഉയരാൻ പറ്റും. ഒരു ഭക്തന്റെ അസോസിയേഷൻ. അപ്പൊ നമ്മുടെ ലെവലിൽ നമ്മൾ ചിന്തിക്കുമോ, ഈ ഭക്തൻ പെട്ടെന്ന് ഇത്രയും ശ്ലോകങ്ങളൊക്കെ കാണാതെ പഠിക്കുന്നുണ്ട്, ഇത്രയും ഇതെല്ലാം നല്ല രീതിയിൽ പറയുന്നുണ്ട്, ഇത്രയും എല്ലാം ഓർമ്മശക്തിയുണ്ട്, അപ്പൊ എനിക്കതില്ലല്ലോ. ഇപ്പൊ ആ വ്യക്തി അതിന്റെ കഴിഞ്ഞ ജന്മത്തിൽ തുടങ്ങിയതായിരിക്കും. അവിടെ വെച്ചാൽ എന്തായി ഇവിടെ നമ്മളൊക്കെ 0-ൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. നമ്മൾ ആ ലെവലിലേക്ക് വരണമെന്നില്ല. പക്ഷെ 0-ൽ തുടങ്ങുന്ന 99% നിൽക്കുന്ന വ്യക്തിയായാലും നമുക്ക് പരിശുദ്ധ ഭക്തന്റെ അസോസിയേഷൻ അത് എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്ത് പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. നമ്മളെല്ലാം ഭാഗ്യമാണ്. KBRലുള്ള KBRന്റെ പരിസരത്തുള്ള ഭക്തന്മാർക്ക് ഒരുപാട് വിശിഷ്ട അതിഥികൾ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ഇവിടെ താമസിക്കാൻ പറ്റുന്നതിന്റെ ഒരു ഭാഗ്യമാണ്. കാരണം ക്ഷേത്രത്തിൽ വരുന്ന വിശിഷ്ടാതിഥികൾ പലരും നമ്മുടെ ഈ KBRൽ വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ആധ്യാത്മികാചാര്യന്മാർ വന്നു, ഇപ്പൊ ഹരിഗ്രീസ് ദേവകി മാതാജി വന്നു. അപ്പൊ അങ്ങനെ വളരെ വിശിഷ്ടമായ വ്യക്തിത്വങ്ങൾ നമുക്കിപ്പോ ബാലസ്വാമി മഹാരാജ് വരുന്നുണ്ട്. 2 ദിവസം ശനിയാഴ്ച വരുന്നുണ്ട് ബാലസ്വാമി മഹാരാജ്. ശനിയാഴ്ച വന്നു അദ്ദേഹം ഉച്ചയ്ക്ക് പോകും. പക്ഷെ ഞായറാഴ്ച രാത്രി ഇവിടെ ഉണ്ടാവും. ഞായറാഴ്ച ഇവിടെ താമസിച്ച് തിങ്കളാഴ്ച രാവിലെയാണ് പോകുന്നത്. അപ്പൊ അങ്ങനത്തെ വിശിഷ്ടമായിട്ടുള്ള വ്യക്തിത്വങ്ങൾ വരുന്നുണ്ട്. അപ്പം അവരിൽ നിന്നൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും, പല കേൾക്കാൻ പറ്റും. അപ്പൊ അതിൽ നിന്നെല്ലാം നമുക്ക് ഇൻസ്പിറേഷൻ കിട്ടും. പക്ഷെ നമ്മൾ പല വ്യക്തിത്വം കേൾക്കുമ്പോഴും ഒരു വ്യക്തി നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണം, നമ്മളെ പ്രോപ്പർലി ഗൈഡ്. അതിനാണ് നമ്മൾ ഒരു ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിക്കുന്നത്. നമുക്ക് അനവധി ശിക്ഷാഗുരുക്കന്മാരുണ്ടെങ്കിൽ ഒരു ദീക്ഷാഗുരു വേണം. ഒരു ദീക്ഷാഗുരു ഉണ്ടെങ്കിൽ നമുക്ക് നേർവഴിയിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു ക്ലാസ്സിൽ ഒരു കാര്യം പറയും, വെള്ളത്തേക്കും പറയും, ശക്തിക്കും പറയും, നമ്മൾ 3 നിർദ്ദേശങ്ങൾ കിട്ടും. ചിലപ്പോൾ ആ ടൈം, പ്ലേസ്, സർക്കംസ്റ്റൻസ് അനുസരിച്ച് അതിന് ചിലപ്പോൾ വേരിയേഷൻ ഉണ്ടാവും. ഒരു വ്യക്തിക്ക് അത് അക്സെപ്റ്റബിൾ ആയിരിക്കും, വേറൊരു വ്യക്തിക്ക് അക്സെപ്റ്റബിൾ അല്ലായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ നമുക്കൊരു ആധ്യാത്മിക ആചാരം ഉണ്ടെങ്കിൽ ക്ലിയർ ആണ് ഇൻസ്ട്രക്ഷൻ, വളരെ ക്ലിയർ ആയിട്ട് ഇൻസ്ട്രക്ഷൻ. ഞാനൊരു എക്സാമ്പിൾ പറയാം. വളരെ നമ്മൾക്ക് ഇവിടെ KBRൽ നടന്ന ഒരു എക്സാമ്പിളാണ് ഇത്. നമുക്ക് തൊട്ടടുത്തൊരു ലാൻഡ്, ഈ ലാൻഡ് നമ്മുടെ ഈ പണ്ട് സജിപ്രഭുവിന്റെ ലാൻഡായിരുന്നു. ഇപ്പൊ ലാൻഡ് പ്രഭു വിൽക്കാനായിട്ട് പോയി. പ്രഭു വിൽക്കാനായിട്ട് പോയ സമയത്ത് ഗൾഫിൽ നിന്നുള്ളൊരു ഡിവോട്ടി അത് വാങ്ങാനായിട്ട് ആഗ്രഹിച്ചു. അപ്പം ഗൾഫിൽ നിന്നുള്ളൊരു ഡിവോട്ടി അത് വാങ്ങാനായിട്ട് ആഗ്രഹിച്ചപ്പം അദ്ദേഹം ഇവിടെ വന്നു, എല്ലാം എഗ്രിമെന്റായി, എല്ലാം പറഞ്ഞു. പൈസ കൊടുത്തില്ല, പൈസക്ക് എഗ്രിമെന്റ് ഒക്കെയായി. ഞാൻ പറയുന്നതൊക്കെ റെക്കോർഡിംഗ് ആണ്. ഇതിൽ ഞാൻ അതിന്റെ പേരൊന്നും പറ്റാതെ ഞാൻ പറയാം. നമുക്ക് ആ പ്രിൻസിപ്പിൾ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം ഒരു ആ ലാൻഡ് ഇങ്ങനെ ഇത് മേടിക്കാന്നൊക്കെ എഗ്രിമെന്റ് ആയി കഴിഞ്ഞപ്പോഴത്തേന് ഇദ്ദേഹം തിരിച്ച് ഇവിടെ വന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു പോയി.
അദ്ദേഹം അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ശിക്ഷാ ഗുരുക്കന്മാരുണ്ട്. ശിക്ഷാ ഗുരുക്കന്മാർ പറഞ്ഞു, ഇപ്പം നീ നിന്റെ സമ്പാദ്യം എല്ലാം കൊടുത്ത് ഇപ്പൊ അവിടെ ഇത് മേടിക്കുന്നതിൽ അർത്ഥമില്ല. നീ ചിലപ്പോ അവിടെ ആയിരിക്കത്തില്ല താമസിക്കാൻ പോകുന്നത്. അപ്പൊ ഇപ്പോഴേ നീ താമസിക്കാത്ത സ്ഥലത്തിനാണ് ഒരു ലാൻഡ് വരുന്നത്. പിന്നെ ലോജിക്കൽ പോയിന്റ്സ് ആണല്ല, ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞു ഇപ്പൊ അത് ഇപ്പൊ അവിടെ മേടിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇദ്ദേഹത്തിന് ആകെ കൺഫ്യൂഷൻ. അദ്ദേഹം ഒരുപാട് ഓരോ ഇൻസ്ട്രക്ടേഴ്സിന്റെ അടുത്ത് ചോദിക്കുന്നു, എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ ചോദിക്കുന്നു. അപ്പം ഓരോരുത്തരും ഓരോ രീതിയിൽ നിർദ്ദേശങ്ങൾ തരുന്നു. അപ്പോൾ തിരിച്ച് നമ്മളോടും ശശിപ്രഭുവിനോടും എല്ലാവരോടും ഇങ്ങനെ ചോദിക്കും. ഇദ്ദേഹത്തിന് ആകെ കൺഫ്യൂസ്ഡായി എന്ത് ചെയ്യണം എന്നുള്ളത്. കാരണം ഇദ്ദേഹത്തിന് ഇവര് പറയുന്നതിനെ ധിക്കരിച്ച് ചെയ്യാനും പാടാണ്. അത്രയും അദ്ദേഹത്തിന് ആദ്യം മുതലേ ട്രെയിനിങ്ങും ഗൈഡൻസും എല്ലാം കൊടുത്തു വന്ന് ഒരു ശിക്ഷ തരും. അപ്പൊ അദ്ദേഹത്തിന് ധിക്കരിക്കാൻ വിഷമം. ഇത് നമ്മൾ ഓൾറെഡി ഇവിടെ വാക്ക് പറഞ്ഞല്ലോ എന്നുള്ളത്, ഇവിടെ വന്ന് വാക്ക് പറഞ്ഞു, ഇവിടെ എല്ലാം ഡിവോട്ടീസിനടുത്ത് വാക്ക് പറഞ്ഞു എന്നുള്ള ഇത് എല്ലാം കൂടെ അത് രണ്ട് സൈഡിൽ നിന്ന് വലിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയിലേക്ക്. അപ്പൊ നമ്മൾ പറഞ്ഞത്, അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ആദ്യാത്മിക ഗുരുവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ആദ്യം ഒരു ലെറ്റർ എഴുതി. അദ്ദേഹത്തിന്റെ ആദ്യാത്മിക ജയപിതാക്കന്മാരാണ്. അദ്ദേഹം ഒരു ലെറ്റർ എഴുതി, മഹാരാജിനെ കാണാനായിട്ട് ലെറ്റർ എഴുതി. ഇങ്ങനെ അദ്ദേഹത്തിന് വരാനായിട്ട് പെർമിഷൻ കിട്ടി. അങ്ങനെ അദ്ദേഹം ഗൾഫിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടാൻ വേണ്ടി മായാപൂരി വന്നു. അന്ന് മഹാരാജ് പിറ്റേ ദിവസം അദ്ദേഹം മഹാരാജ് ചെന്നൈയിൽ, ഇത് കുറച്ച് വർഷം മുമ്പോളാണ്, ചെന്നൈയിലേക്ക് ട്രീറ്റ്മെന്റ് എന്തോ കാര്യത്തിനായിട്ട് വരാനായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പം അതിന്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് ഇത് എനിക്ക് ഓൾറെഡി അപ്പോയിന്റ്മെന്റ് കിട്ടി, പക്ഷെ അപ്പോയിന്റ്മെന്റ് തരാൻ പറ്റത്തില്ല എന്നുള്ളത് ഇത് എടുക്കാൻ പാടാണെന്നുള്ളത്. അദ്ദേഹം വളരെയധികം ബെഗ് ചെയ്തപ്പോഴത്തേക്കും അദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് കിട്ടി. മഹാരാജിനെ ചെന്ന് കണ്ട് അദ്ദേഹം മഹാരാജിനെ കണ്ടിട്ട്, അദ്ദേഹം ഞാനിവിടെയാണ്, ഇങ്ങനെയാണ്, ഞാൻ ഇവിടെ ഒരു ലാൻഡ് മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഓണറിന്റെ അടുത്ത് വാക്ക് പറഞ്ഞു, എനിക്കിങ്ങനെ ലാൻഡ് മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അപ്പൊ അത് പ്രശ്നമില്ലല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ ആഡ് എന്ന് പറഞ്ഞു ഇതിന്റെ പ്രശ്നം വരും. അദ്ദേഹം പറഞ്ഞു ഇപ്പൊ ഇവിടെ ലാൻഡ് മേടിക്കുന്നതിന് അർത്ഥമില്ല, ഇപ്പൊ അങ്ങനെ മേടിക്കാൻ ഇത് വേണ്ട, പിന്നെ റിട്ടയർഡ് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ധനം വെച്ച് മേടിച്ചാൽ മതി എന്നുള്ളത്. ഞാൻ ഈ രണ്ട് ഇൻസ്ട്രക്ഷന്റെ നടുക്ക് കിടക്കുകയാണ്, ഗുരുദേവ എനിക്ക് നിർദ്ദേശം നൽകണമെന്ന് പറഞ്ഞു. അത് അദ്ദേഹം ചോദിച്ചു, മഹാരാജ് ചോദിച്ചു ആരാണ് ദീക്ഷാഗുരു ആരാണെന്ന് ചോദിച്ചു. അപ്പൊ ആ വ്യക്തിയുടെ പേര് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വലിയൊരു പേര് പറയും, വലിയൊരു ഇത് മാനേജ് ചെയ്യുന്ന ഒരു ഡിവോട്ടിയാണ്. പിന്നെ അദ്ദേഹത്തിന് മഹാരാജിന് വളരെ പ്രിയപ്പെട്ട ശിഷ്യനുമാണ്. അപ്പം നമ്മൾ ഇതെല്ലാം എന്തായാലും എന്റെ പ്രിയ ശിഷ്യൻ പറഞ്ഞാലും ചെയ്യുമെന്ന് പറയുമെന്ന് വിചാരിച്ചു. മഹാരാജ് കുറച്ചേരം ആലോചിച്ചതിന് ശേഷം മഹാരാജ് ഇങ്ങനെ പറഞ്ഞു, ഭൂപാദ് പറഞ്ഞിട്ടുണ്ട് ഒരു ഗൃഹസ്ഥനെ ലാൻഡും സ്വർണവും മേടിക്കുന്നതിൽ ഒരു തടസ്സമില്ലെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു ഭാരം എടുത്ത് മാറ്റിയതുപോലെ ആധ്യാത്മിക ഗുരുവിന്റെ നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞു. മറ്റെല്ലാ ഇൻസ്ട്രക്ഷനിലും ഹയസ്റ്റ് ആണ് ദീക്ഷാഗുരുവിന്റെ നിർദ്ദേശം. അദ്ദേഹത്തിന് ആരെയും ഒഫൻഡ് ചെയ്യുന്നതായിട്ടും നിരത്തില്ല. കാരണം ഗുരു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്കും എതിർന്ന് വാക്ക് പറയും. അപ്പോൾ എല്ലാം ക്ലിയറായിട്ട് അദ്ദേഹത്തിലൂടെ അവരും അദ്ദേഹം ലാൻഡ് വേണ്ടിക്കുകയും ചെയ്യും. അപ്പൊ അതേപോലെ നമുക്ക് പലതും നിർദ്ദേശങ്ങൾ തരുമെങ്കിലും ആധ്യാത്മിക ഗുരു ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ വഴികളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ അതുകൊണ്ട് അങ്ങനെ ഒരു ആധ്യാത്മിക ഗുരുവിന്റെയും അങ്ങനെ ഒരു ഭക്തന്മാരുടെയും ശാസ്ത്രത്തിന്റെയും സഹായം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ശരിയായ വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സ്പിരിച്വലി പെർഫെക്റ്റ് ആക്കാൻ സാധിക്കുന്നതാണ് ഭഗവാനോട് നമുക്ക് അശ്വതയുള്ളത്. ഇത് നമ്മുടെ മൈൻഡില് എനിക്ക് ഇത്രേ എനിക്ക് പറ്റൂ, ഇത്രേ പറ്റൂ, ഇങ്ങനെ ആവാൻ പറ്റും എന്നുള്ള ചിന്ത മാറിയിട്ട് നമുക്ക് ഇനി ഹമ്പിൾ ആവാൻ പറ്റും, ഇനിയും സേവനം ചെയ്യാൻ പറ്റും,
ഇനി കേൾക്കാൻ പറ്റും, ഇനി വായിക്കാൻ പറ്റും, ഇനി ജപിക്കാൻ പറ്റും. ഇങ്ങനെ അത് എനിക്ക് പറ്റും, കൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ട് പറ്റും. എനിക്ക് എത്ര ടൈമാണുള്ളത് അത് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഈ ടൈം ഇവിടെ കൊണ്ട് തീരുന്നില്ല, അടുത്ത ശരീരത്തിൽ തുടരും. അപ്പൊ ഇവിടെ നിന്ന് ചേഞ്ച് മാറി മാറി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും എന്നുള്ളത് ഒരു കോൺഫിഡൻസ് നമുക്ക് അത് വേണം. അതാണ് നമുക്ക് ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് കിട്ടുന്ന ചെറിയ സാക്ഷാത്കാരങ്ങൾ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ മറ്റോ ചോദിച്ചു? എപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കൺഫ്യൂഷൻ പറ്റും. അപ്പം ആ സമയത്ത് ഇങ്ങനെ ഒരു ഇത് ഉണ്ടായെങ്കിലും അപ്പൊ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും എത്താൻ പറ്റും. പറ്റാത്ത അപ്പൊ ആ സമയം നല്ലൊരു ചോദ്യമാണ്. ഞാൻ ആ ലെക്ചറിൽ ചോദിച്ച പ്രഭുവിന്റെ ചോദ്യം എന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിലും നമുക്ക് ആധ്യാത്മിക ഗുരുവിന്റെ അടുത്ത് പോകാനായിട്ട് പറ്റത്തില്ല. നമുക്കിപ്പം ഞാൻ ഈ ഷട്ടിലാണോ വേറെ ഷട്ടിലാണോ അതൊന്നും നമുക്ക് ആധ്യാത്മിക ഗുരുവിന് ചോദിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്, അതിലും നമുക്ക് കൺഫ്യൂഷൻ വരാം. അത് ചോദിക്കാനൊക്കെ. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രഭു ചോദ്യം. ചിലപ്പോൾ ആരും കാണത്തില്ല എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അത് ഇന്ന് ഗുരുദേവ് അതിനകത്ത് ആൻസർ പറഞ്ഞതില് ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. അപ്പൊ അതിനകത്ത് ആൻസർ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ഭഗവാന്റെ അടുത്ത് പരിശുദ്ധ ഭക്തി കിട്ടണം എന്നാണെങ്കിൽ, അപ്പൊ നമ്മുടെ ലക്ഷ്യമാണെങ്കിൽ ഭഗവാൻ നമ്മളെ അന്തര്യാമിയായിട്ട് പരമാത്മാവായിട്ട് വീഴും. ഭഗവാൻ ഉള്ളിൽ നിന്ന് നമുക്ക് പ്രോപ്പറായിട്ട് ഇൻസ്ട്രക്ഷൻ തരും. പക്ഷെ നമ്മുടെ ഗോൾ അതായിരിക്കും ഭഗവാന്റെ അടുത്ത് പരിശുദ്ധ ഭക്തി വേണം എന്നുള്ളത്. അപ്പൊ പ്രഭുവിന്റെ ജീവിത ലക്ഷ്യം ഭഗവാന്റെ അടുത്ത് പരിശുദ്ധ ഭക്തി വേണം എന്നാണെങ്കിൽ പ്രഭുവിന്റെ വഴി പ്രഭു ചിലപ്പോൾ സീനിയർ ഡിവോട്ടീസ് ഒക്കെ ഉണ്ടാകും, ഗുരുവിന്റെ ഇതുണ്ടാകും. അപ്പൊ തീർച്ചയായിട്ടും അത് കിട്ടും, ബ്ലെസ്സിങ്സ് കിട്ടും, ആ അനുഗ്രഹം കിട്ടും. അവർ പറഞ്ഞു ഇൻ കേസ് ആരും ഇല്ലെങ്കിലും പ്രഭുവിന്റെ ലക്ഷ്യം എന്നാണെങ്കിൽ ഭഗവാൻ നമ്മൾ പ്രോപ്പർലി ഗൈഡ് ശരിയായ വഴിയിൽ തന്നെ വരും. ഇത് നമ്മളെപ്പോഴും ആധ്യാത്മിക ഗുരുവിന്റെ നിർദ്ദേശം വരുന്നത് നമ്മുടെ ടെമ്പിൾ അതോറിറ്റീസ് വഴിയാണ്. അതും നമ്മൾ മനസ്സിലാക്കണം. ആധ്യാത്മിക ഗുരുവിന്റെ വാക്കും ടെമ്പിൾ അതോറിറ്റീസിന്റെ വാക്കും വ്യത്യസ്തമാണ്, രണ്ടല്ല, അത് ഒന്നാണെന്ന് മനസ്സിലാക്കും. അതൊരു ഉത്തമ ഉദാഹരണം ലെക്ചറിൽ ഞാൻ കേട്ടതാണ്. സുധകീർത്തി പ്രഭുവിന്റെ ലെക്ചറിലാണ്. സുധകീർത്തി ഉദാഹരണമാണ്. നമ്മള് പ്രോഗ്രാമ് വെസ്റ്റ് വെർജീനിയൻ ഹിൽസില് ഒരു വട്ടം ശ്രീമദ് ഭാഗവത ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. 3 ദിവസം ക്ലാസ് ആയിരുന്നു. ഇപ്പൊ വെസ്റ്റ് വെർജീനിയൻ ഹിൽസില് ഇങ്ങനെ വലിയൊരു കുന്നിന്റെ മുകളിൽ ഒരു പവലിയൻ കെട്ടിയാണ് ഒരു ക്ലാസ് എടുത്തോണ്ടിരുന്നത്. ഇപ്പൊ 3 ദിവസത്തെ ക്ലാസ്സാണ്. അപ്പൊ പ്രഭുപാദ് അവിടെ പോയി ക്ലാസ് എടുക്കും. താഴെയാണ് ടെമ്പിൾ കിച്ചൺ എല്ലാം. അപ്പൊ എല്ലാ ഡിവോട്ടീസും അമേരിക്കയുടെ നാനാഭാഗത്തുനിന്ന് ഡിവോട്ടീസ് എല്ലാം 100-300ഓളം ഡിവോട്ടീസും. അന്ന് ഇസ്കോൺ ചെറുതാണ്. അപ്പൊ 300 ഡിവോട്ടീസ് പല സ്ഥലത്തുനിന്ന് വരുന്നതെന്ന് വെച്ചാൽ അത് വലിയ കാര്യം. അപ്പൊ 300ഓളം ഡിവോട്ടീസ് എല്ലാവരും രാവിലെ മുതൽ വൈകിട്ട് വരെ പ്രഭുപാദ് ക്ലാസ് എടുക്കും. ഇടയ്ക്ക് മാത്രം റെസ്റ്റ് എടുക്കും ക്ലാസ്. അപ്പൊ എല്ലാ ഡിവോട്ടീസും ഇതിന് പോകും ഈ ക്ലാസ് കേൾക്കാതെ. ഒരു ഡിവോട്ടി ഉണ്ടായിരുന്നു. ആ ഡിവോട്ടി പ്രഭുപാദിന്റെ ഡിസൈപ്പിളാണ് സുധകീർത്തി. ആ പ്രഭു അത് ടെമ്പിൾ അതോറിറ്റി കൊടുത്ത സേവനം വെച്ച കുക്കിങ്. അദ്ദേഹത്തിന് ഈ ക്ലാസ് വന്ന് നമ്മൾ ഇതേപോലെ മൈക്ക് ഇത് നമ്മുടെ സ്പീക്കർ ഇങ്ങനെ നമ്മുടെ കിച്ചൺ വരെ ഒന്നും വരത്തില്ല. അവിടെ നടക്കുന്ന കാര്യം നമ്മൾ അറിയത്തില്ല എന്താ നടക്കുന്നില്ല. നമ്മൾ താഴെ കുഞ്ഞിന്റെ താഴെ ഇരുന്ന് കുക്ക് ചെയ്യണം. മറ്റേടത്തെല്ലാം ക്ലാസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. അപ്പം ടെമ്പിൾ അതോറിറ്റി പറഞ്ഞു എല്ലാവരും മോളിൽ പോകും, നീ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പൊ നീ നിന്ന് ഇവിടെ കുക്ക് ചെയ്യണം, ഡിവോട്ടീസ് വേണ്ടി കുക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അദ്ദേഹം അത് ഫുള്ളി അക്സെപ്റ്റ് ചെയ്തു. എന്റെ അതോറിറ്റി പറഞ്ഞതാണ്, ടെമ്പിൾ അതോറിറ്റി പറഞ്ഞതാണ്, ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഇങ്ങനെ 3 ദിവസം അദ്ദേഹം പ്രോഗ്രാമിൽ കണ്ടിരുന്നു. ഈ താഴെ കുക്ക് ചെയ്യും, ആരെങ്കിലും വന്ന് പ്രസാദം എടുക്കൊണ്ടിരുന്നു. പിന്നെ ഒരു കുക്കിംഗ് കഴിഞ്ഞാൽ അടുത്ത കുക്കിങ്ങിലേക്ക് കയറണം. അതാണ് എത്രയും കാലത്ത് കുക്ക്
ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് പ്രഭുപാദിനെ കാണാനേ പറ്റില്ല. പക്ഷെ 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പ്രഭുപാദിന്റെ സെർവന്റ് ആയിട്ടുള്ള നന്ദകിൽ കുമാർക്ക് അദ്ദേഹത്തിന് വേറെ സ്ഥലത്തേക്ക് വേറെ സർവീസോ എന്തോ റീസൺ കാരണം അദ്ദേഹം പ്രഭുപാദിന്റെ സെർവന്റ് പദം ഒഴിഞ്ഞു. അപ്പൊ ആ സമയത്ത് പ്രഭുപാദ് മറ്റൊരു ആൾട്ടർനേറ്റീവ് നോക്കിക്കൊണ്ടിരുന്നു. ഏതെങ്കിലും ഒരു ശിഷ്യൻ തന്റെ പേഴ്സണൽ സെർവന്റ് ആയിട്ടിരിക്കുന്നു. അപ്പൊ ടെമ്പിൾ പ്രസിഡന്റ് പറഞ്ഞു സുഖകീർത്തി നല്ലപോലെ കുത്തിയും അദ്ദേഹത്തിന് മസാജിന് അറിയത്തില്ല, പക്ഷെ നമുക്ക് എളുപ്പത്തിൽ പഠിപ്പിച്ചെടുക്കാൻ പറ്റും. നല്ലപോലെ കുത്തി പ്രഭുപാദിന്റെ പേഴ്സണൽ സെർവന്റ് ആകാൻ നല്ലതാണെന്ന്. അപ്പൊ പ്രഭുപാദ് അദ്ദേഹത്തിന് പേഴ്സണൽ സെർവന്റ് ആക്കി 2 വർഷം പ്രഭുപാദിനോടൊപ്പം അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റി. അപ്പൊ ആധ്യാത്മിക ഗുരുവിനെ ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമീഡിയറ്റ് ആയിട്ടുള്ള ടെമ്പിൾ അതോറിറ്റീസിനെ ഫോളോ ചെയ്താൽ നമുക്ക് ഈസിയാണ് സ്പിരിച്വൽ മാസ്റ്ററിനെ ഫോളോ ചെയ്യുന്നത്. നമ്മള് സ്പിരിച്വൽ മാസ്റ്ററെ മാത്രമേ ഫോളോ ചെയ്യൂ, ഇവിടെ ആരെയും ഫോളോ ചെയ്യില്ല എന്ന് പറയുന്നത് പ്രോപ്പറല്ല. തുടങ്ങിയപ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ടാണ്, ഒരു കംപ്ലൈന്റും ഇല്ലാതെ ചെയ്തുകൊണ്ടാണ് ആധ്യാത്മിക ഗുരുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിട്ട് അദ്ദേഹത്തിന് മാറാനായിട്ട് സാധിച്ചു. അപ്പോൾ ആ രീതിയിലും ടെമ്പിൾ അതോറിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ ചുറ്റും ആരും ഇല്ലെങ്കിലും നമ്മുടെ ലക്ഷ്യം പരിശുദ്ധ ഭക്തിയാണെങ്കിൽ ഭഗവാൻ ഉള്ളിൽ ഇരുന്നും പ്രോപ്പർലി ഗൈഡ് ചെയ്യും. ഓരോ കുട്ടികൾക്കും ഓരോ ആധ്യാത്മിക ഗുരു ഉണ്ട്, ദീക്ഷാഗുരു ഉണ്ടാവും. ഓരോ ദീക്ഷാഗുരുവിന്റെ സർവേന്ന് മൂഡ് വ്യത്യാസമായിരിക്കും. അതേസമയം ടെമ്പിൾ അതോറിറ്റി ഫോക്കസ് ചെയ്യുന്ന വേറെ കാര്യത്തിലായിരിക്കും. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിനെ രണ്ടിനെ എങ്ങനെയാണ് യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ സർവീസ് ചെയ്യാറുണ്ട്? ചോദ്യം പറഞ്ഞാല് ഓരോ ഇസ്മോളില് പല പല ആധ്യാത്മിക ഗുരുക്കന്മാരുണ്ടാവും. പല പല ആധ്യാത്മിക ഗുരുക്കന്മാർക്ക് പല രീതിയിലായിരിക്കും ആവശ്യങ്ങൾ. ഒരു ആധ്യാത്മിക ഗുരുവിന്റെ ആവശ്യമായിരിക്കത്തില്ല വേറൊരു ആധ്യാത്മിക ഗുരുവിന്. ഇപ്പം അവര് വ്യത്യസ്തമായ കാര്യങ്ങളിലായിരിക്കും അവരുടെ സേവനങ്ങളും ഒക്കെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോൾ ഒരു ആധ്യാത്മിക ഗുരു നമ്മളോട് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പറയും. ചിലപ്പോൾ ടെമ്പിൾ അതോറിറ്റീസ് ബുക്ക് ചെയ്യാൻ പറയും. അപ്പൊ ഗവൺമെന്റ് ചോദ്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ രണ്ടുപേരുടെയും നിർദ്ദേശങ്ങൾ വരുമ്പോൾ യൂണിവേഴ്സിറ്റി പറഞ്ഞ ടെമ്പിൾ അതോറിറ്റീസിന്റെ വാക്കും ആധ്യാത്മിക ഗുരുവിന്റെ വാക്കും തമ്മിൽ രണ്ടല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ 2 നിർദ്ദേശങ്ങൾ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന്റെ ആൻസർ ഇസ്കോൺ തന്നെ GBC ഒരു റെസൊല്യൂഷൻ ആയിട്ട് പറയുന്നുണ്ട്. അതെന്ന് വെച്ചാൽ പാരലൽ ലൈൻ ഓഫ് അതോറിറ്റിയാണ്, ഓൺ ലൈൻ ഓഫ് അതോറിറ്റി. ഓൺ ലൈൻ ഓഫ് അതോറിറ്റി എന്ന് പറയുമ്പോൾ ആധ്യാത്മിക ഗുരു എന്താണ് നമ്മൾ പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ലോക്കൽ അതോറിറ്റീസിനെ ഫോളോ ചെയ്യുന്നതാണ് ആധ്യാത്മിക ഗുരു പഠിപ്പിക്കുന്നത്. അപ്പൊ ഗുരു നമ്മളടുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. പ്രഭുപാദിന്റെ ഒരു ഉത്തമ ഉദാഹരണമുണ്ട്. പ്രഭുപാദ് ഒരു വട്ടം ഒരു എയർപോർട്ടിൽ വന്ന സമയത്ത്, എയർപോർട്ടിൽ പേര് പറഞ്ഞു ഏത് എയർപോർട്ടാണെന്ന്. എയർപോർട്ടിൽ വന്ന സമയത്ത് അന്ന് ഈ പ്ലെയിൻ ഇറങ്ങി ഇങ്ങനെ കയറി വരുന്ന ആൾക്കാർക്ക് എത്താൻ പറ്റും. ഇന്ന് നമുക്ക് അങ്ങനെ അത്രയും പോകാൻ പറ്റില്ല. അപ്പൊ അന്ന് പ്രഭുപാദ് വന്നപ്പോൾ എല്ലാ ശിഷ്യന്മാരും കൂടെ വന്ന് ഭയങ്കര സന്തോഷമായി. എല്ലാവരും ആ പ്രഭുപാദ് കൗച്ചിൽ ഇരുന്നപ്പോഴത്തേക്കും എല്ലാവരും ചുറ്റിക്കൂടിയിരുന്നു. ഈ എല്ലാവരും കൂടെ ചുറ്റിക്കൂടിയിരുന്നപ്പോഴത്തേക്കും മറ്റു പ്ലെയിനിൽ പോകാനുള്ള യാത്രക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നും പറ്റാതെ അവർക്കൊക്കെ പാടാണ്. ഇവരെല്ലാം കൂടെ ചുറ്റിയിരുന്നു. അപ്പോൾ പോലീസ് ഒന്ന് ഓരോരുത്തരും നിങ്ങളൊക്കെ ഇവിടെ നിന്ന് മാറും പറയുമ്പോൾ പ്രഭുപാദിനെ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നുണ്ട്. ആദ്യം പോലീസിനെ ഒന്നും ശ്രദ്ധിക്കുന്നു. അവസാനം ഒരു സീനിയർ തോന്നിയ ഒരു വ്യക്തിയെ കണ്ട് ഈ പോലീസ് പറഞ്ഞ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് എയർപോർട്ട് ആകും, കൺജസ്റ്റഡ് ആവും, നിങ്ങൾക്ക് ഇവിടുന്ന് മാറണം എന്ന് പറഞ്ഞു. ഉടനെ ഈ സീനിയർ ഡിവോട്ടി വിളിച്ചിട്ട് പറഞ്ഞു, അവര് ചെയറിൽ കയറി പറഞ്ഞു എല്ലാ ഇസ്കോൺ ഡിവോട്ടീസും ഉടനെ ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞു, മാറണം എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും അവിടെ ഇരിക്കുകയാണ്. ഒരാൾ മാത്രമേ എഴുന്നേറ്റ് പ്രഭുപാദ് ഇല്ല, ഞാൻ ഇസ്കോൺ ഡിവോട്ടിയാണ്, ഞാൻ ടെമ്പിൾ അതോറിറ്റി പറയുന്നത് കേൾക്കണം എന്ന് പറഞ്ഞു. പ്രഭുപാദ് ഉടനെ അതിൽ ഇറങ്ങി നടക്കാനായിട്ട് പറഞ്ഞു. പ്രഭുപാദ് നടന്ന്
എല്ലാവരും പറയും. പ്രഭുപാദ് ആചാര്യൻ അത് കാണിച്ചു തരികയാണ് നമ്മള് നമ്മുടെ ലോക്കൽ അതോറിറ്റി ഫോളോ ചെയ്യണം എന്നുള്ളത്. അവിടെ ഒരു കൺഫ്യൂഷൻ നടക്കുന്നു. ഇവിടെ വരുമ്പോഴും ഇപ്പം ആധ്യാത്മിക ഗുരുദേവൊക്കെ വന്ന സമയത്ത് അപ്പൊ അവര് ചോദിക്കുന്നുണ്ടല്ലോ എപ്പോഴാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത്. അവരൊരു ഇൻഡിപെൻഡന്റ് അതോറിറ്റി ആയിട്ട് ഇരിക്കുകയല്ല. ടെമ്പിളിന്റെ ടൈം എപ്പോഴാണ് അവിടെ വെച്ച് ഞാൻ ക്ലാസ് എപ്പോൾ എന്ത് ചെയ്യണം, എത്ര മണി വരെ എനിക്ക് പോകാം. അപ്പൊ അവരവരുടെ സെർവന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഒരു ഗസ്റ്റ് ഇവിടെ വരുമ്പം ഗസ്റ്റ് നമ്മുടെ ടെമ്പിൾ അതോറിറ്റി ടെമ്പിൾ പ്രസിഡന്റ് സെർവന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇവന്തോ ആധ്യാത്മിക ഗുരു ആണെങ്കിൽ പോലും. അപ്പൊ അതിനകത്തൊരു കൺഫ്യൂഷൻ വരത്തില്ല. അപ്പൊ ആധ്യാത്മിക ഗുരു നമ്മളെ ട്രെയിൻ ചെയ്യുന്നത് നമ്മുടെ ലോക്കൽ അതോറിറ്റി ഫോളോ ചെയ്യാൻ. ലോക്കൽ അതോറിറ്റി ഫോളോ ചെയ്യുമ്പോഴത്തേന് നമ്മൾ അദ്ദേഹത്തിന് ഫോളോ ചെയ്യുകയും ചെയ്യും. അങ്ങനെയും പ്രസ്ഥാനം മുന്നോട്ട് പോകത്തില്ല. അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോ പവർ ഇതായിട്ട് എല്ലാം വിഘടിച്ചു. അതാണ് ഭക്തിസിദ്ധാന്ത സരസ്വതി മഹാരാജ് മരിക്കുന്നതിന് മുമ്പ് GBC ഫോം ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. പക്ഷെ ശിഷ്യന്മാരെ ഫോം ചെയ്യാത്തതുകൊണ്ടാണ് ഗൗഡി മഠം വിഘടിച്ചു പോയത്. പക്ഷെ പ്രഭുപാദ് അദ്ദേഹം മരിക്കുന്നതിന് 7 വർഷം കൊണ്ട് അദ്ദേഹം GBC ഫോം ചെയ്തു. എന്നിട്ട് എങ്ങനെ GBC ഫോളോ ചെയ്യണമെന്ന് ഓരോ വ്യക്തികളെ പഠിപ്പിച്ചു. എന്നിട്ടാണ് പ്രഭുപാദ് ഫോളോ. പ്രഭുപാദ് ആ വിഷ്ണുവിയാണ്, അതുകൊണ്ട് അദ്ദേഹം ചെയ്തു. അതുകൊണ്ട് ഈ പ്രസ്ഥാനം ഇപ്പോഴും പ്രഭുപാദ് പോയിട്ടും 50 വർഷമായിട്ട് ഇത് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പ്രഭുപാദ് നമ്മളെ കാണിച്ചു തരുന്നത് നമ്മൾ ലോക്കൽ അതോറിറ്റീസിന് ഫോളോ ചെയ്യണം. ശ്രീമദ് ഭഗവത്ഗീത കീച്ച്, ശ്രീല പ്രഭുപാദ് കീച്ച്, ഗൗഡ വൈഷ്ണവ കീച്ച്. നമുക്ക് 2 അനൗൺസ്മെന്റ് ഉണ്ട്. ഒന്ന്, നാളെ